പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. UDF-ലെ 25 പ്രമുഖരുടെ മക്കൾ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശിച്ചത് തലവരി അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ച്. ആരും തന്നെ മെറിറ്റിൽ പ്രവേശനം നേടിയവരല്ല. ചെന്നിത്തല, മുനീർ, അബ്ദുറബ് എന്നിവരുടെ മക്കളും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. MBBS-ന് മതിപ്പ് ഫീസ് 1 കോടി രൂപയും PG കോഴ്സിന് മതിപ്പ് ഫീസ് 3 കോടിയും. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, ഒരു ഭാഗത്ത് സർക്കാരിനെതിരായ വലിയൊരു പ്രക്ഷോഭമൊക്കെയായി സ്വാശ്രയ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും മാനേജ്മെന്റുകൾക്കെതിരാണ് എന്ന പ്രതീതി ഉളവാക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെയാണ് മറുഭാഗത്ത് ഇങ്ങനെ ഒരു വലിയ വിവരം കൂടി പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. ആരുടെയൊക്കെ മക്കളാണ്, ഒപ്പം തന്നെ ബന്ധുക്കളാണ് ഇങ്ങനെ പഠിക്കുന്നത്? നമുക്ക് ലഭിക്കുന്ന മറ്റു വിവരങ്ങളും. സൗമ്യ, സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷം സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നതിൻ്റെ ധാർമ്മികതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ 25ഓളം നേതാക്കളുടെ മക്കളോ ചെറുമക്കളോ പഠിക്കുന്നത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലാണ് എന്നുള്ളതാണ്. സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു എന്നുള്ളതല്ല വിഷയം, മറിച്ച് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിലല്ലാതെ മാനേജ്മെൻറ്റ് സീറ്റിൽ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ കോഴ നൽകിക്കൊണ്ടോ തലവരി പണം നൽകിക്കൊണ്ടോ അതല്ലെങ്കിൽ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആണ് ഇവരുടെ മക്കൾ പഠിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. നമ്മൾ പുറത്തുവിട്ട വിവരമനുസരിച്ച്, നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 25ഓളം മുൻ മന്ത്രിമാരുടെയോ MLA-മാരുടെയോ മക്കൾ പഠിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൽ പ്രമുഖർ ആയിട്ടുള്ളവർ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ മുൻ മന്ത്രിമാരായ MK മുനീർ, അബ്ദുറബ്, എൻ ഷംസുദ്ദീൻ MLA, PT തോമസ്, KNA ഖാദർ, ആബിദ് ഹുസൈൻ തങ്ങൾ, പാറക്കൽ അബ്ദുള്ള, ആര്യാടൻ മുഹമ്മദിൻ്റെ ചെറുമക്കൾ, സണ്ണി ജോസഫിൻ്റെ മകൾ. അവർ ഇപ്പോൾ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. 25,000 ആയിരുന്നു അവരുടെ റാങ്ക്. എന്നിട്ടും അവർക്ക് പ്രവേശനം ലഭിച്ചത് പ്രിവിലേജ് സീറ്റ് എന്ന പേരിലാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ അവർക്ക് അഡ്മിഷൻ നേടുന്നത്. ഇത് പിന്നീട് LDF ഈ പ്രിവിലേജ് സീറ്റ് എടുത്തു കളയുകയും ചെയ്തു. അത് മെറിറ്റ് അടിസ്ഥാനത്തിലാക്കി. അതോടൊപ്പം തന്നെ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങി, അതോടൊപ്പം ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്നവരനുസരിച്ച് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ 3 മക്കൾ പഠിക്കുന്നതും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ തന്നെയാണ്. ശക്തൻ നാടാരുടെ മക്കൾ പഠിക്കുന്നതും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലാണ്. TT ഇസ്മായിലിൻ്റെ മകൾ അൽ-അസർ മെഡിക്കൽ കോളേജ് തൊടുപുഴയിലാണ് പഠിക്കുന്നത്. ഇത്തരത്തിൽ 25ഓളം MLA-മാരുടെയോ അല്ലെങ്കിൽ മുൻ മന്ത്രിമാരുടെയോ മക്കൾ പഠിക്കുന്നത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലാണ്. TN പ്രതാപൻ്റെ മകൾ പഠിക്കുന്നത് അമൃതയിലെ മാനേജ്മെൻറ്റ് സീറ്റിൽ ആണ് പഠിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അമൃത മെഡിക്കൽ കോളേജിൽ MBBS-ന് പ്രവേശനം ലഭിക്കണമെങ്കിൽ, മാനേജ്മെൻറ്റ് സീറ്റിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് അവിടെ തലവരി പണം നൽകേണ്ടത്. അതോടൊപ്പം PGക്ക് പഠിക്കണമെങ്കിൽ അവിടെ നൽകേണ്ടത് 2 കോടി രൂപ മുതൽ 3 കോടി രൂപ വരെ ആണ് എന്നുള്ളതാണ് വസ്തുത. എൻട്രൻസ് റാങ്ക് ലിസ്റ്റിൽ വളരെ പിന്നിലായിട്ടും ഇവർക്കൊക്കെ എങ്ങനെ അഡ്മിഷൻ നേടാനായി എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഒന്നുകിൽ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ലക്ഷക്കണക്കിന് രൂപ തലവരി പണം നൽകിക്കൊണ്ട്, അതല്ല എങ്കിൽ മാനേജ്മെൻറ്റിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫീസ് പോലും ഇല്ലാതെ പഠിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാനേജ്മെൻറ്റ് അസോസിയേഷനിലെ പല പ്രമുഖരും നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സൂചിപ്പിക്കുകയും ചെയ്തു. പലരുടെയും നേതാക്കൾ ഇപ്പോൾ ഇത്തരത്തിൽ പഠിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ തലവരി പണം നൽകിക്കൊണ്ട്, അതല്ല എങ്കിൽ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അഡ്മിഷൻ നേടി പഠിക്കുന്നുണ്ട് എന്നുള്ള വ്യക്തമായ വിവരമാണ് സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധികളും വ്യക്തമാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ആണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. ഇവരുടെ സമരം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ആണ് ചോദ്യചിഹ്നമായി ഉയരുന്നത്. ഇത് കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം ആണ്, അല്ലെങ്കിൽ കേവലം ഭരണപക്ഷത്തെ അടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കേവലമായിട്ടുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം 20ഓളം കോളേജുകളിൽ കൃത്യമായി മാനേജ്മെൻറ്റുകളുമായി കരാറുണ്ടാക്കുകയും 20% സീറ്റുകളിൽ കേവലം 25,000 രൂപ ഫീസിന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന അവസരമുണ്ടാക്കി. 30% സീറ്റിൽ നാമമാത്രമായ ഫീസ് വർധന വരുത്തിയെങ്കിൽ കൂടിയും കൂടുതൽ സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുകയും ചെയ്തു. നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, UDF സർക്കാരിൻ്റെ കാലത്ത് 10 കോളേജുകളിൽ മാത്രമാണ് മാനേജ്മെൻറ്റുകളുമായി കരാർ ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞിരുന്നത്. ബാക്കിയുള്ള കോളേജുകളൊക്കെ തന്നെയും അവർക്ക് തോന്നിയപടി ഫീസ് ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കൊണ്ട് 100% സീറ്റിലും മാനേജ്മെൻറ്റ് കോട്ട എന്നുള്ള നിലയിൽ ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങിക്കൊണ്ട്, തലവരി പണം വാങ്ങിക്കൊണ്ട്, ഡെപ്പോസിറ്റ് വാങ്ങിക്കൊണ്ട് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കൃത്യമായ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഫീസ് വാങ്ങുന്നതിനുള്ള ഒരു കൃത്യമായി മാർഗരേഖ സൃഷ്ടിച്ചുകൊണ്ടാണ് LDF സർക്കാർ കരാർ ഒപ്പുവെച്ചത് എന്നുള്ളിടത്താണ് ഇവരുടെ സമരം നിൽക്കുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ അരങ്ങേറുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരം നേതാക്കളുടെ മക്കൾ കോടിക്കണക്കിന് രൂപ മുടക്കി
പഠിക്കുന്നത് എന്നുള്ള ഒരു പക്ഷേ ദിനകർ, ഇത് കൂടുതൽ ഗൗരവതരമാകുന്നത് ഇവരിൽ പലരും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഈ കുട്ടികൾക്ക് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് കഴിഞ്ഞ ഈ ഒരു വർഷം മാത്രം ഒരു കോളേജ് തന്നെ 75 മുതൽ 100 കോടി വരെയൊക്കെ കോഴ വാങ്ങിയിട്ടുണ്ടാകാമെന്ന പല റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെയെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് ഈ വിധത്തിൽ വഴിവിട്ട് സഹായം ചെയ്തതിന്റെ ഒക്കെ ഭാഗമായി കൂടി വേണ്ടേ ഇത്രയും പേർ? ഇത് ഒന്നും രണ്ടും പേരല്ല, നിരവധിയായ UDF MLA-മാരുടെ മക്കളാണ് ഈ വിധത്തിൽ പഠിക്കുന്നത്. ഒരുപക്ഷെ വിശദമായ ഒരു അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ? സൗമ്യ, തീർച്ചയായും ഇക്കാര്യത്തിൽ സൗമ്യ സൂചിപ്പിച്ചതുപോലെ പല മാനേജ്മെന്റ് സീറ്റുകളിൽ പല കോളേജുകളിലും 75 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ തലവരിപ്പണം ഈടാക്കിയിട്ടുണ്ട്. അത് പല രീതികളിലായി പുറത്തു വരികയും ചെയ്തിട്ടുള്ള വസ്തുതകളാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് 10ഓളം കോളേജുകൾ കരാറിൽ ഒപ്പുവെക്കാതിരുന്നത് എന്നുള്ളിടത്താണ് ചോദ്യം ഉയർന്നത്. ഇത്തരം നേതാക്കളുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് അവിടെ ഫ്രീ ആയി സീറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, സ്വാഭാവികമായും മാനേജ്മെൻറ്റുകളെ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് അവരെ കരാറിൽ ഏർപ്പെടുവിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത കൂടി അവിടെ ഉയരുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെയും സ്വാഭാവികമായും ഇനി അന്വേഷിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയായി മാറുകയാണ്. കാരണം നേതാക്കളുടെ മക്കൾക്ക് ചെറിയ ഫീസിൽ അല്ലെങ്കിൽ ചെറിയ തലവരിപ്പണത്തിൽ അല്ലെങ്കിൽ ഫ്രീ ആയി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അത്തരത്തിൽ നേതാക്കളുടെ 25ഓളം വരുന്ന പ്രമുഖരായിട്ടുള്ള കോൺഗ്രസിലെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിലെയും അതോടൊപ്പം തന്നെ മറ്റ് പല ഘടകകക്ഷികൾ UDF-ലെ പല ഘടകകക്ഷികളുടെയും നേതാക്കളുടെ മക്കൾ പഠിക്കുന്നത് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ തലവരിപ്പണം നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ സ്വാധീനത്താൽ മാനേജ്മെൻറ്റുകളെ സ്വാധീനിച്ചുകൊണ്ട് തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് പണം നൽകാതെയും പഠിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത്തരത്തിൽ ഉള്ള ആളുകളാണ് ഇപ്പോൾ ഇത്തരം സമരവുമായി രംഗത്തെത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത്, ജനങ്ങളെ കബളിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ കൃത്യമായ ഒരു നിശ്ചിത മാനദണ്ഡം പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമുണ്ടായ ഘട്ടത്തിൽ ഇത്തരത്തിൽ നടത്തുന്ന സമരം അത് ഏത് രീതിയിലുള്ളതാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ തലവരിപ്പണം വാങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അത് സംബന്ധിച്ച് കൃത്യമായ പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിജിലൻസ് അന്വേഷണമായിരിക്കും ഇക്കാര്യത്തിൽ നടത്തുക. അതിനെ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെൻറ്റുകൾ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു ചട്ടക്കൂടിലേക്ക് കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ എത്തിയ സാഹചര്യത്തിൽ ഈ സമരം എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിനപ്പുറം ധാർമ്മികതയുടെ ഒരു വശം കൂടി ഇവിടെ ഉയർന്നു വരികയാണ്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുടെ മക്കൾ പഠിക്കുന്നത് മെറിറ്റ് അല്ലാത്ത മാനേജ്മെൻറ്റ് സീറ്റിൽ ആണ് എന്ന വസ്തുത കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇവർ പണം കൊടുത്താണ് ഇവിടെ അഡ്മിഷൻ നേടിയിട്ടുണ്ടതെങ്കിൽ ഈ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യം ഒന്ന്. രണ്ട്, ഇത്തരത്തിൽ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ആ സ്വാധീനത്താൽ മക്കൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാധീനത്തിന് പിന്നിൽ ഇവർ എന്ത് പകരമായി നൽകി എന്നുള്ള ചോദ്യവും ഇവിടെ ഉയർന്നു വരികയാണ്. അതല്ല എങ്കിൽ ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ട് എങ്കിൽ അവർ സ്വാഭാവികമായും അവരുടെ പണത്തിൻ്റെ സ്രോതസ്സ് വെളിപ്പെടുത്തേണ്ടതായും വരും. അതല്ല എങ്കിൽ മറിച്ചാണ് എങ്കിൽ സ്വാധീനത്താലാണ് എങ്കിൽ ഇവർ പകരമായി ഈ മെഡിക്കൽ കോളേജുകൾക്ക് എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. അത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും അവിടെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടി വരും. UDF-നെ പ്രതിരോധത്തിലാക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെയൊക്കെയും ഇത് പ്രതിരോധത്തിൽ ആക്കുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ. സൗമ്യ, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു ഭാഗത്ത് നിയമസഭയിലടക്കം വലിയ പ്രക്ഷോഭങ്ങൾ സ്വാശ്രയ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന UDF MLA-മാരുടെയും നേതാക്കളുടെയും ഒക്കെ ഇരട്ടത്താപ്പാണ് പുറത്തു വരുന്നത്. ഇത് UDF MLA-മാരുടെ മക്കൾ പലരും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടിയിരിക്കുന്നത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ്. മെറിറ്റ് സീറ്റിലേക്കല്ല, മാനേജ്മെൻറ്റ് ക്വാട്ടയിലേക്കാണ്. അതും നിയമവിരുദ്ധമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു.